അസ്സലാമലൈക്കും. ബനാന ജാം, ആപ്പിളും മിക്സഡ് ഫ്രൂട്ടും മുന്തിരിയും അങ്ങനെ പല ജാമുകളും പലരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ബനാന ജാം അപൂർവമല്ലേ? ഞാൻ ഇതുവരെയായിട്ടും ബനാന ജാം വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ അടുക്കളയിൽ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ച ഒരു ജാമാണ് ബനാന ജാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. വല്ലാതെ പഴുപ്പ് ഏറും വേണ്ട, കുറയും ചെയ്യരുത്. അങ്ങനത്തെ 2 നേന്ത്രപ്പഴം. ഇതിന്റെ തൊലി കളഞ്ഞ് ഈ കാണുന്ന രൂപത്തിലായി കഷ്ണങ്ങളാക്കി മാറ്റുക. ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മൂടി വെച്ചിട്ട് വേവിക്കുക. ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പഴം വേവിച്ച ഈ വെള്ളം ഉണ്ടല്ലോ, ഇതും ഇതിൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടെ. നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ. ഇനി ഫ്ലെയിം ഓണാക്കി ചട്ടി ചൂടാകുന്നതോട് കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പഴം വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചിരുന്നു. അതിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ചതാണ് ഇതിൽ. ആ വെള്ളം ഇതിൽ നിന്ന് മുഴുവനായും വറ്റണം. ഈ പഴം നല്ല മധുരമുള്ള പഴമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്കായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതോടെ ഈ ജാമിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് ലൂസായി വരും. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇതിലെ വെള്ളം വറ്റുന്നതോട് കൂടിയിട്ട് കട്ടിയായി തുടങ്ങും. ഈ സമയത്ത് ഇതിലേക്കായിട്ട് 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഇത്രയും തിക്നെസ് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും പാനിന് നല്ല ചൂടുണ്ടാവും. അത് കാരണം ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് സമയം കൂടെ. ഇതിൻ്റെ ചൂട് കുറഞ്ഞു വരുന്നതോടെ ഇതൊന്നുകൂടെ കട്ടിയാവാൻ തുടങ്ങും കേട്ടോ. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ആപ്പിൾ ജാം ഉണ്ടാക്കിയപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. വൃത്തിയായ പാത്രത്തിൽ വെള്ളം ഒട്ടും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇതിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അത് കാരണം തന്നെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 15 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.